ഇത്തരത്തിൽ സമാനമായ ഒരവസ്ഥയാണ് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായ മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായിട്ടുള്ള ഷിജിന്റെ കുടുംബവും ആരോപണം ഉന്നയിക്കുന്നത്. അരുൺ സോളമനോട് ചോദിക്കാം. അരുൺ, അപ്പോൾ മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്തൊരു സർക്കാരും സംവിധാനവുമാണ്, ഒരു പ്രഹസനമായിട്ട് പോലും ഇവർ ഞങ്ങളെ സമാധാനിപ്പിക്കാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഇത്ര അഴിവുകെട്ട ഒരു സർക്കാരിനെ കണ്ടിട്ടില്ല എന്ന് ആ കുടുംബത്തിന് പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇത്രയും ജനങ്ങളുടെ വാക്കുകൾ കേൾക്കാത്ത, ജനങ്ങളെ ചേർത്ത് പിടിക്കാത്ത ഒരു സർക്കാരിനെ കണ്ടിട്ടില്ല എന്ന് ഈ കുടുംബത്തിന് പറയേണ്ടി വരുന്നൊരു സാഹചര്യം എന്താണ് അരുൺ? ഷികാസ്, ഇത് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം അതുപോലെ തന്നെ മുതലപ്പുഴി, ഈ രണ്ട് അപകടങ്ങളും രണ്ട് സാഹചര്യങ്ങളിലാണ് ഉണ്ടാകുന്നത്. ഒന്ന്, വിഴിഞ്ഞത്ത് ജോൺ യാത്ര ചെയ്തിരുന്ന ആ ബോട്ട് രാത്രി 1:30 മണിക്കാണ് അപകടത്തിൽപ്പെടുന്നത്. കടൽക്ഷോഭമാണ് അതിന് പ്രധാനമായിട്ടുണ്ടായിട്ടുള്ള കാരണം. മത്സ്യത്തൊഴിലാളികൾ 5 പേർ ആ ബോട്ടിലുണ്ടായിരുന്നു. 5 പേരും വലയെറിഞ്ഞ് ശേഷം ബോട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് ഈ കടൽക്ഷോഭം ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് കടലിൽ പോകാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പോ ഹാർബറിൽ സൈറമോ അന്നേ ദിവസം മുഴങ്ങിയിട്ടില്ല. അങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ മത്സ്യബന്ധനത്തിനായി പോവുകയും ഏറ്റവും ഒടുവിൽ അപകടത്തിൽപ്പെടുകയും ചെയ്തത്. അതിൽ ജോണിനെ കാണാതായിട്ടിരുന്നപ്പോൾ 6 ദിവസം പിന്നിടുകയാണ്. യാതൊരുവിധ നടപടികളും ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നോ മറ്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകാത്ത ഒരു ഘട്ടത്തിലാണ് ആ കുടുംബം കഴിഞ്ഞ ദിവസം ഫിഷറീസ് ഡയറക്ടറിന്റെ ഓഫീസിലെത്തി തങ്ങളുടെ ആ മത്സ്യത്തൊഴിലാളി ജോണിന്റെ ഒപ്പം ഉണ്ടായിരുന്ന 2 തൊഴിലാളികളെങ്കിലും ഈ തെരച്ചിലിന് ഒപ്പം വിടണം എന്നുള്ള ആവശ്യം ഫിഷറീസ് ഡയറക്ടറിന്റെ മുന്നിൽ പോയി ജോണിന്റെ മകൾ ജിജി ജോൺ ആവശ്യപ്പെട്ടത്. അതിൽ പോലും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, മുതലപ്പുഴയിലാണ് ഈ 2 അപകടങ്ങളും നടക്കുന്നത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ്. 31-ാം തീയതി രാത്രി 8:30 മണിക്കാണ് മത്സ്യബന്ധനത്തിന് പോയി മടങ്ങി വരുമ്പോൾ മുതലപ്പുഴയിലെ മൗത്ത് കഴിഞ്ഞ് ഹാർബറിലേക്ക് എത്തുന്നതിന് കേവലം 2-3 മിനിറ്റുകൾ ബാക്കി നിൽക്കുമ്പോഴാണ് ആ ബോട്ട് അവിടെ അപകടത്തിൽപ്പെടുന്നത്. ആ അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. അതിൽ കേവലം ഈ സർക്കാർ മാത്രമല്ല, കഴിഞ്ഞ എത്രയോ സർക്കാരുകൾ മാറി മാറി ഇവിടെ വന്നു. മുതലപ്പുഴി എക്കാലവും ഒരു മരണപ്പൊഴിയായി മാറിയിട്ടും ഇന്നുവരെയും ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ആ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് അവിടുത്തെ മണ്ണ് ഡ്രഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഉണ്ടാകാത്ത ഒരു ഘട്ടത്തിലെ അവസാനത്തെ ഇരയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഷിജിൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ. ഇന്നിപ്പോൾ കാണാതായിട്ട് 6 ദിവസം പിന്നിടുന്നു. ഇതുവരെയും കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നോ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത. മറ്റൊന്ന്, സ്ഥലം MLA ആയിട്ടുള്ള രമ്യ ഹരിദാസ് അവിടെ എത്തുന്നത് 12 മണിക്കൂറുകൾക്ക് ശേഷമാണ്. 8:30 മണിക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ട് പോലും ചിറയൻകീഴ് MLAക്ക് സ്ഥലത്തെത്താൻ പിറ്റേ ദിവസം 9:30, 10, 11 മണിയായപ്പോഴാണ് അവിടെ എത്തിയെന്നുള്ളതാണ് ഇപ്പോൾ ഷിജിന്റെ കുടുംബം പങ്കുവെക്കുന്നത്. അവർ നൽകിയ വാഗ്ദാനങ്ങൾ പോലും പാലിക്കപ്പെട്ടിട്ടില്ല. 2 ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി CP ജോൺ പറഞ്ഞത് നേവിയെയും ഹെലികോപ്റ്ററിനെ ഇറക്കി പരിശോധന നടത്തി എത്രയും വേഗം ഇവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുമെന്ന് പറഞ്ഞത് 1-ാം തീയതി പുലർച്ചെയാണ്. പക്ഷേ നാളിതുവരെയുമായിട്ട് നേവിയും എത്തിയില്ല, ഹെലികോപ്റ്ററും എത്തിയില്ല. ആ കുടുംബം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ട്. മുഖ്യമന്ത്രി വിരുന്നുണ്ണാൻ പോകുന്നു, മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നു, പക്ഷേ തങ്ങളുടെ ഒരു മനുഷ്യന് ജീവനില്ലേ എന്നുള്ളൊരു ചോദ്യം ജിജി ജോൺ ചോദിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ മുതലപ്പുഴയിൽ ആ കുടുംബവും ചോദിക്കുകയാണ്. തീരദേശത്തെ ഇത്ര മാത്രം അവഗണിച്ച ഒരു സംസ്ഥാന സർക്കാരിനെ തങ്ങൾ കണ്ടിട്ടില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് ആ കുടുംബം പറയുകയാണ്. നമ്മൾ ഇപ്പോൾ ഷിരൂരിൽ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തു. മാധ്യമ പ്രവർത്തകരായാലും ഈ ഒരു സംസ്ഥാന സർക്കാരായാലും ഒന്നടങ്കം ഒരു മനുഷ്യ ജീവന് വേണ്ടിയിട്ട് ദിവസങ്ങളും മാസങ്ങളും എടുത്ത് നമ്മൾ ആ ജീവന് വേണ്ടിയിട്ട് അന്വേഷണം നടത്തി. പക്ഷേ ഇവിടെ 6 ദിവസം എടുത്തു. എന്നിട്ടും കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വിധത്തിലുള്ള തിരച്ചിലും നടന്നിട്ടില്ല എന്ന് അടിവരയിട്ട് ആ കുടുംബം പറയാണ്. കാരണം ഇന്നിപ്പോൾ വിഴിഞ്ഞമായാലും മുതലപ്പുഴയായാലും ഈ ഹാർബറുകളിൽ ആവശ്യത്തിന് കോസ്റ്റൽ പോലീസിന്റെ ഒരു സേനയിൽ അത്തരത്തിലുള്ള അംഗബലമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മറ്റൊന്ന്, ഈ 40-50 നോട്ടിക്കൽ മൈൽ അകലെ മത്സ്യത്തൊഴിലാളികൾ അപകടപ്പെട്ടു കഴിഞ്ഞാൽ ആ അപകടപ്പെടുമ്പോൾ കൃത്യമായിട്ടുള്ള സാറ്റലൈറ്റ് സംവിധാനങ്ങളോ GPS സംവിധാനങ്ങളോ ഇത് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇന്നും നമ്മുടെ ഫിഷറീസ് വകുപ്പിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത. ഇവിടെ 1:30 മണിക്കാണ് ജോൺ യാത്ര ചെയ്ത ബോട്ട് അപകടത്തിൽപ്പെടുന്നത്. 5 മണിക്കൂറുകളോളം അതിലെ 4 മത്സ്യത്തൊഴിലാളികൾ ആ ബോട്ട് മറിഞ്ഞു കിടക്കുമ്പോൾ ആ ബോട്ടിൽ പിടിച്ചു കിടക്കുകയാണ്. എത്രമാത്രം ഒരു ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഷികാസ് ഓർക്കണം. കാരണം ഇതിൽ ജോൺ ഒഴുകിപ്പോവുകയാണ്. അയാളെ കണ്ടെത്താനായിട്ട് കൂടെയുള്ളവർക്ക് പോലും കഴിയാത്ത ഒരു സാഹചര്യം. കിട്ടിയ അതേ ബോട്ടിന്റെ എഞ്ചിനിലാണ് ഈ 4 മത്സ്യത്തൊഴിലാളികളും ആ ദിവസം 5 മണിക്കൂറുകളോളം ജീവനും മല്ലിട്ടുകൊണ്ട് തൂങ്ങി പിടിച്ചു കിടന്നത്. മറ്റൊരു ബോട്ട് വരുമ്പോഴാണ് നിലവിളിച്ചുകൊണ്ട് ഇവർ ആ മറ്റൊരു ബോട്ടിനെ അടുത്തെത്തിച്ച് ഈ 4 മനുഷ്യജീവനുകളും തിരിച്ച് 11 മണിയോടുകൂടി പിറ്റേ ദിവസം പുലർച്ചെ കരക്കെത്തുന്നു. ഇതേ സമയം ഈ ബോട്ട് മത്സ്യത്തൊഴിലാളികൾ ഈ സഞ്ചരിച്ച ബോട്ട് അപകടപ്പെടുമ്പോൾ സാറ്റലൈറ്റ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ മറിച്ച് GPS സർക്കാരിന്റെ വീഴ്ചയാണ്. ആ കുടുംബം ആ വീഴ്ച ചൂണ്ടിക്കാട്ടുകയാണ് അരുൺ സോളമൻ. നമുക്കറിയാം ഈ പത്തനംതിട്ടയിലൊക്കെ ഈ പ്രളയം ബാധിച്ച സമയത്തും ഒരൊറ്റ വിളിക്കപ്പുറം ഓടിയെത്തിയത് ഇതേ മത്സ്യത്തൊഴിലാളികളാണ്.
കൊല്ലത്ത് നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ പുകഴ്ത്തിക്കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ കേരളത്തിന്റെ യഥാർത്ഥ സേന, മത്സ്യത്തൊഴിലാളി സേന എന്നൊക്കെ പറഞ്ഞ് അവരെ പുകഴ്ത്തുന്ന കാഴ്ചകളും നമ്മൾ കണ്ടതാണ്. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോടൊപ്പം ഉണ്ടാവും, മത്സ്യത്തൊഴിലാളികളെ ഈ സർക്കാർ ചേർത്ത് പിടിക്കുമെന്നൊക്കെ എല്ലാ സർക്കാരുകളും വാഗ്ദാനം കൊടുക്കും, വാക്ക് നൽകും. പക്ഷേ ആ മത്സ്യത്തൊഴിലാളികളിൽപ്പെട്ട 2 ജീവനുകൾ ഒരു കടലിൽ മത്സ്യബന്ധനത്തിനിടയിൽ 6 ദിവസമായി അവരെ കാണാതായിട്ട്. പക്ഷേ ഈ 2 ജീവനുകൾക്ക് വേണ്ടി എല്ലാ സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ ആവർത്തിച്ചു പറയുന്ന ആ കുടുംബത്തിന്റെ പരാതി. ഇനിയെങ്കിലും കേൾക്കട്ടെ.